വാഴ 2 നല്ല കിടിലം പടം. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ നന്നായിട്ട് ചിരിച്ച് മറിഞ്ഞ് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഇമോഷണലി കണക്ട് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാം. ശ്രീകുമാർ മേനോന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചും വിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല കിടിലം പാടാം. ഹാഷറും പിള്ളേരും ഒരു രക്ഷയിലേട്ടാ. ഇത്രയും നാളെ നമ്മൾ റീൽസ് ചെയ്ത് അത് അവരുടെ ഒരു സോണാണ് റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റീൽസിൽ നമ്മളെ ചിരിപ്പിക്കുക. പക്ഷേ തിയേറ്ററിൽ നമ്മൾ ഈ പടം കാണാതിരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ചിരിപ്പിക്കൽ മാത്രമല്ല, അതായത് അവന്മാരങ്ങ് കയറി പൂന്ത് വിളയാടിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലട്ടാ. ഹാഷിറിനെയും പിള്ളേരെയും പറ്റി 4 പേരെയും പറ്റി വാതോരാതെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്തായാലും സംസാരിക്കണമെന്നുണ്ട്. അതിനേക്കാൾ മുന്നേ ഈ പടത്തിന്റെ ഡയറക്ടർ സവിൻ സാ, റൈറ്റർ വിപിൻ ദാസ്, രണ്ടുപേരും പൊളിച്ചെഴുതി ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. വാഴ എവിടെയാണോ നിർത്തിയത്, വിപിൻ ദാസ് അതിനേക്കാൾ കിടിലമായിട്ട് വാഴ 2 എഴുതിയിട്ടുണ്ട്. ഇനി സവിൻ സാ എന്ത് കിടിലമായിട്ട്, കാരണം ഈ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന നമ്മളെ, ആ തിയേറ്ററിലെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ ക്യാരക്ടറുമായിട്ട് നമ്മളെ കണക്റ്റ് ആക്കി 2.25 മണിക്കൂർ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അത് പുള്ളി പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പടം തുടങ്ങുമ്പോൾ തൊട്ട്, അതായത് ഈ ഹാഷിറിന്റെയും പിള്ളേരുടെയൊക്കെ അവരുടെ 4 പേരുടെ ഒരു ചെറുപ്പകാലം, പ്രത്യേകിച്ച് ആ ഹാഷിറിന്റെ അലന്റെയും ചെറുപ്പകാലം കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. അതിപ്പോൾ വാഴയിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും ചെറുപ്പകാലമാണ് ആദ്യം കാണിക്കുന്നത്. അവിടം തൊട്ട് ഓരോ ക്യാരക്ടറുമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അതിങ്ങനെ പടം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കയറി ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും ആ ഒരു ഇമോഷണൽ സോങ് കൂടിയിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ. നമ്മൾ സത്യം പറഞ്ഞ കാര്യം ഞാൻ പറയാം, മമ്മൂക്കേക്കാൾ മുന്നേ ഹാഷിറും പിള്ളേരും വേണമെങ്കിൽ 100 കോടി അടിക്കും. ഇതാരും ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞില്ല, കാരണം അമ്മാതിരി മുതലോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പടം തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും നമുക്കുണ്ടെന്നേ. ഇതിപ്പം 1 തവണയല്ല, 2 തവണ വേണമെങ്കിൽ കാണാം. ഫാമിലി ആയിട്ട് കാണണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് കാണണോ, എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആസ്വാദനത്തിന് ഒരു കുറവും വരാത്ത നല്ല കിടിലം പടം. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാഷറൊക്കെ ഇത്ര നാളും റീൽസ് ചെയ്തിട്ട് അവർ ആ വാഴ 1 കണ്ടപ്പോഴത്തേക്കും, ഫസ്റ്റ് വാഴ കണ്ടപ്പോഴത്തേക്കും ആ റീൽസിൻ്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം അവർ റീൽസ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ സെയിം പരിപാടിയാണ് വാഴയിൽ പിടിച്ചിരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇവർ ഗംഭീര ആർട്ടിസ്റ്റുകളായിട്ട്, അതായത് ഒരു സിനിമയിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. 4 പേരും കിടിലൻ പെർഫോമൻസ്. അതിപ്പോൾ ആഷർ ഒന്ന് സ്കോർ ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്ത് അലൻ സ്കോർ ചെയ്യുമ്പോഴത്തേക്കും വിനായകൻ സ്കോർ ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്ത് പോയി അജിൻ സ്കോർ ചെയ്യും. ഇത് 4 പേരും അങ്ങ് ഗംഭീര സ്കോറിങ്. ഇനിയിപ്പോൾ ഇവർക്ക് ഇവരുടെ ഏറ്റവും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സൈസ് എന്ന് പറയുന്നത് കോമഡിയാണ്. ആ കോമഡിയിൽ നിന്ന് മാറിയിട്ട് ഇമോഷൻ സീൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇവന്മാർ കിടിലൻ. ഇനി ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെയും കിടും. ഇതിനകത്ത് ഒരു സ്കൂൾ ഫൈറ്റ് ഉണ്ട്. ആ സ്കൂൾ ഫൈറ്റിൽ ഇവന്മാർ കിടന്ന് മറിഞ്ഞ് ഇങ്ങനെ തലകുത്തി കിടന്ന്, അതായത് സ്കൂളിലെ പിള്ളേർ എങ്ങനെയാണ് അടിക്കുന്നത് ആ അടി, അത് കറക്റ്റ് അടി, ഒരു ഗംഭീര സാധനം. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ ഒരു പരിപാടി ഉണ്ട്, അവിടെയും സൂപ്പർ. അതായത് നമുക്ക് ഈ പടം കാണുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂസിഫറിന്റെ ഇവന്മാർ സിനിമ കാണാൻ വേണ്ടി പോകുന്നൊരു പരിപാടിയുണ്ട്. ഒരു രക്ഷയിലേട്ടാ. നമ്മൾ ചിരിച്ച് മറിഞ്ഞ്, അതിൽ നമ്മുടെ അമീനും ഗ്യാങ്ങൊക്കെ വരും. അമീൻ്റെ ഗ്യാങ്ങിൻ്റെ പരിപാടി അവർ കുറച്ചേ ഉള്ളൂ, ആ പരിപാടിയും കൊള്ളാം. അവരും സാധാരണ റീൽസ് ചെയ്യുന്ന സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവർക്ക് വേറൊരു പരിപാടി കൊടുത്തിട്ടുണ്ട്, അതും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഈ പെർഫോമൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാമല്ലോ, അച്ഛനും മക്കളുമായിട്ടുള്ളൊരു സംഭവം ഇങ്ങനെ കണക്ഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പടത്തിലേക്ക് വരുമ്പോഴത്തേക്കും അച്ഛൻ മക്കൾ കണക്ഷൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കണക്ഷനും സഹോദരങ്ങളുടെ ഒരു കണക്ഷനും ഒക്കെ ആയിട്ടാണ് ഈ പടം പോയേക്കുന്നത്. അത് നമ്മളുമായിട്ട് കയറി അങ്ങ് കണക്ട് ആയിട്ടുണ്ടല്ലോ, നമ്മളങ്ങ് അതിലേക്ക് അങ്ങ് ആവുക. അത് ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയും തൂക്കാൻ വേണ്ടി പോകുന്നുള്ളൂ പിള്ളേർ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് പടം കണക്റ്റായി. പെർഫോമൻസ് കാര്യം ബാക്കി, ഇപ്പോൾ ഹാഷ് 4 പേരുടെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, അവരുടെ 4 പേരുടെ പരിപാടി നമുക്ക് 1 മണിക്കൂർ വേണമെങ്കിൽ ഇരുന്ന് പ്രസംഗിക്കാം. ഈ വിജയ് ബാബുവിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അജു വർഗീസിൻ്റെ ക്യാരക്ടർ ഉണ്ട്, പിന്നെ ഒരു സിസ്റ്ററായിട്ട് ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്, ഹാഷിറിൻ്റെ പേരായിട്ട് ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്, അതേപോലെ നമ്മുടെ അലൻ്റെ സിസ്റ്ററായിട്ട് ചെയ്ത ക്യാരക്ടർ ഉണ്ട്, ബിജുക്കുട്ടൻ. എൻ്റെ പൊന്നോ, ബിജുക്കുട്ടനും വിനായകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കണ്ടപ്പോഴത്തേക്ക് ഇവർ യഥാർത്ഥ അച്ഛനും മോനും ആണോ എന്ന് ഞാൻ അങ്ങ് ആലോചിച്ചു പോയി. എന്ത് പെർഫോമൻസ് ആണെന്ന് വെച്ചാൽ, ബിജുക്കുട്ടനൊക്കെ അങ്ങ് കയറി പൊളിച്ചടുക്കുന്നു. അൽഫോൺസ് പുത്രൻ്റെ ഒരു ചെറിയ ഒരു സംഭവം കൂടെ ഉണ്ട്. ഒരു അരമണിക്കൂറിനടുത്ത് അൽഫോൺസ് പുത്രൻ്റെ പൂന്ത് വിളയാട്ടമുണ്ട്. പൊളി സാധനം. എല്ലാവരും, അതായത് സ്ക്രീനിൽ വരുന്ന ഓരോ ആൾക്കാർക്കും അവരുടെ കൃത്യമായിട്ടുള്ള സ്പേസ് കൊടുത്ത്, അവർക്ക് സ്കോർ ചെയ്യേണ്ട ഐറ്റം കൊടുത്ത്, അതൊക്കെ എഴുതി വെച്ച്
ആ എഴുത്തിൽ മാത്രമല്ല കേട്ടോ, ഡയറക്ടർ ആണെങ്കിൽ സവിൻ സായ് ആണെങ്കിൽ തന്നെയും അത് എങ്ങനെ കൃത്യമായിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യണമെന്ന് നല്ല ബുദ്ധിയുള്ള ആളാണ്. അത് കൃത്യമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പെർഫോമൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ സ്കോറിംഗ് ആയിക്കോട്ടെ, സോങ് ആയിക്കോട്ടെ, അതും ഭയങ്കര രസമാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആ സാധനം ഉണ്ടല്ലോ, ഹാഷറിന്റെ ഒരു ഹൈലൈറ്റ് ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് വെച്ചിട്ടൊരു സോങ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ തമാശകൾ, കളിയും ചിരിയും രസവും സ്കൂളിലെ കുറേ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോവാം. അത് നമ്മൾ കംപ്ലീറ്റ്ലി അവരുടെ കൂടെ അങ്ങ് നമ്മൾ ഒരുമിച്ചൊരു ടൂർ പോകുന്ന പോലെ, ഒരു കുറേ ഫ്രണ്ട്സായിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ നമ്മൾ അവരുടെ കൂട്ടിലും കൂടും. ഇപ്പൊ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും 400 പേര് തിയേറ്ററിലുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരായിട്ട് നമ്മളങ്ങ് കൂടുക. നമ്മൾ അതിന്റെ കൂട്ടത്തിലങ്ങ് യാത്ര ചെയ്യുക. നമ്മൾ പടം കാണുന്ന ഒരു ഫീലൊന്നും അല്ല, നമ്മളവരുടെ കൂട്ടത്തിൽ കഥ കേൾക്കുന്ന ഒരു ഫീലായിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് ഇരിക്കും. അതങ്ങനെ അങ്ങ് പോയി സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക്, സെക്കൻഡ് ഹാഫിലും ആ ഒരു കോമഡി ഒന്നും വലുതായിട്ട് കുറയുന്നില്ലെങ്കിലും കുറച്ചുകൂടെ ഇമോഷൻസ് അവിടെ കയറുന്നുണ്ട്. കോമഡി ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇമോഷൻസ് കുറച്ചുകൂടെ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷൻസ് കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു പടം കാണുമ്പോഴത്തേക്കേ നമുക്കൊരു ഇമോഷണൽ ഹുക്ക് കിട്ടുക, അല്ലെങ്കിൽ ആ പടത്തിൽ ഇമോഷൻസ് ആയിട്ട്, അത് ഏത് ഇമോഷൻസ് ആയിക്കോട്ടെ, നമ്മളുമായിട്ട് കണക്ട് ആകുമ്പോഴത്തേക്കും കിട്ടുന്നൊരു വൈബ് ഉണ്ട്. അതിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. സ്കോറിംഗ് ഒക്കെ ഗംഭീരമാണ്, ക്യാമറ എല്ലാം കിടുവാണ്. അജു വർഗീസിന്റെ ഒരു സാർ ഒരു കോളേജ് അല്ല, സ്കൂൾ സാറായിട്ടുണ്ട്, ഒരു +2 അധ്യാപകനായിട്ട്. നമ്മൾ ആഗ്രഹിക്കില്ലേ എങ്ങനെ ഒരു അധ്യാപകൻ ആവണം എന്നുള്ളത്, അതേപോലത്തെ ഒരു അധ്യാപകൻ. ഇനി വിജയബാബുവിന്റെ റോളുണ്ട്. വിജയബാബു മാത്രമല്ല, വേറെയും കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുമല്ലോ പന്ന സ്കൂള് അല്ലെങ്കിൽ പന്ന ടീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുമല്ലോ. അതെല്ലാവർക്കും അങ്ങനെ തോന്നും, അയ്യോ ഈ ടീച്ചർ അല്ലെങ്കിൽ ഈ സാറൊക്കെ എന്തുവാ ഇത് ഇവർ കാണിക്കുന്നത്. നമ്മൾ പലപ്പോഴും കുറെ ആൾക്കാർ നമ്മളെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുപോലത്തെ കുറെ ടീച്ചേഴ്സിനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ചു കാലം മുന്നേ നമ്മൾ എന്തൊക്കെയാണോ അനുഭവിച്ചിട്ടുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് എൻജോയ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്തൊക്കെയാണോ അത് ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളത്, ഇവൻ മൂത്രപ്പുരയിൽ നമ്മളൊക്കെ പോയി എഴുതി വെക്കുന്ന സംഭവങ്ങൾ പോലും. ഇപ്പൊ ആണുങ്ങളുടെ മൂത്രപ്പുര പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡയലോഗ്സ് കാണാൻ വേണ്ടി പറ്റും. ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സായിട്ടൊക്കെ ബന്ധപ്പെട്ട സാധനമൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം ഇവിടെ അതേപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ആലോചിക്കുകയും ചെയ്ത്, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ സെയിം സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. നമ്മൾ പണ്ട്, അതായത് എനിക്ക് ഈ സിനിമ ഏറ്റവും കണക്ട് ആകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ അനുഭവിച്ചിട്ടുള്ളത്, ഞാനൊരു CBSE സ്കൂളിലെ മെറ്റീരിയൽ അല്ല, ഒരു സ്റ്റേറ്റ് സിലബസിൽ നാടൻ രീതിയിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ എനിക്കിത് കണക്ട് ആവുന്ന ഒരു രീതിയുണ്ട്. ഇവരുടെ സ്കൂളും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഒരു നാടൻ രീതിയിൽ, ഒരു സാധാരണ ഒരു സ്കൂളായിട്ട്. ഇനി ഇവൻ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് ഇവർ കുറച്ചുകൂടെയൊക്കെ ഇവരുടെയൊക്കെ ഒരു +2 കാലഘട്ടം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട്. അവിടെ ഇവർ ബിൽഡ് ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ഓരോ ക്യാരക്ടറിനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഓരോ ക്യാരക്ടറിന്റെ ഫാമിലി, അവരുടെ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും അതിവർ കണക്ട് ചെയ്തിട്ട് ഒരു മുത്തുമാല പോലെ ഓരോന്നും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് അതിങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു ഞാൻ ആദ്യം വിചാരിച്ചു ഈ പടം കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ റീൽസ് സ്വൈപ്പ് ചെയ്ത് പോകുന്ന പോലെ, കുറെ റീൽസ് കാണുന്ന പോലെ അടിക്കും ഈ സിനിമ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല, ഒരു പക്ക പാക്ഡ് പടം. അതായത് ഒരു 2.5 മണിക്കൂർ 2.25 മണിക്കൂർ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അത് കുറെ സിറ്റ്കോമാണ്, സിറ്റുവേഷൻ കോമഡി കുറേ ഉണ്ട്, ഇമോഷൻ സീൻസ് ഒക്കെ. ഇപ്പൊ കുറച്ച് ഇമോഷൻസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതിനെ കുത്തിക്കേറ്റി ഇഞ്ചക്ട് ചെയ്യുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല. ആ കഥയിൽ എന്തൊക്കെയാണോ വേണ്ടത്, ഒരു പാരൻസുമായിട്ടുള്ള ഇമോഷൻ, സഹോദരങ്ങളുടെ ഇമോഷൻസ്, ഫ്രണ്ട്സിന്റെ ഇമോഷൻസ്, അത് എൻജോയ് ചെയ്ത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഇത് ഈസിലി കണക്ട് ആവും. അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് 90s കിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 90% ആൾക്കാർക്ക് ഈ പടം ഭയങ്കരമായിട്ട് കണക്ട് ആവും, ഈസി ആയിട്ട് കണക്ട് ആവും. അത്രയും അടിപൊളിയാണ് കേട്ടോ ഇത്. ഈ പാരൻസ്, നമ്മുടെ സുധീഷ് ഒരു പാരന്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കുറച്ച് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉണ്ട്, അമ്മനായിട്ട് അഭിനയിച്ച ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അഭിനയിക്കുന്നതല്ല കേട്ടോ, അതാ പറഞ്ഞേ. ഇവരെങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാഷിറിനെയും വിനായകും അജിനും അലനെയും ഇവർ ഈ റീൽസ് ചെയ്തിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഇവരെങ്ങനെ ഇത്രയും ബെസ്റ്റ് ആർട്ടിസ്റ്റുകളായിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി അവർ ആർട്ടിസ്റ്റുകളാണ്, ഇത്രയും ബെസ്റ്റ് നടന്മാരായിട്ട് പെട്ടെന്ന് എങ്ങനെ പോളിഷ് ചെയ്ത് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അവരുടെ കഴിവാണ്, ഡയറക്ടറിന്റെ കഴിവാണ്, എഴുത്തുകാരന്റെ കഴിവാണ്, ഈ പടത്തിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ കഴിവാണ്. സൂപ്പർ സിനിമ. നിങ്ങൾ ഈ സിനിമ ധൈര്യമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടോ റിലേറ്റീവ്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, എൻജോയ് ചെയ്യണം.
നല്ലൊരു പടം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ച നല്ല സൂപ്പർ സിനിമ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എത്ര സംസാരിച്ചാലും മതിയാവില്ല. ഹാഷിറിനെ പറ്റിയും ഗ്യാങ്ങിനെ പറ്റിയും എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അവരെ പറ്റി വാദോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. നല്ലൊരു സിനിമ കേട്ടോ. നിങ്ങൾ അതായത് ഒരു 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 എന്താ പറയണ്ടേ, ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഇത്രയും ബെസ്റ്റ് എൻട്രി എനിക്ക് തോന്നുന്നു വേറൊരു സിനിമയിൽ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇത് അപൂർവമായിട്ട് മാത്രം ഇത്രയും ബെസ്റ്റ് ഒരു എൻട്രി സിനിമയിലേക്ക് ഇങ്ങനെ കിട്ടുള്ളൂ ഒരു ഗ്യാങ്ങിന്. അതൊരു സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാണണം. അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. കാരണം അത്രയും ഡിസേർവിംഗ് ആണ് അവർ അത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും 4 പേർക്കും കിടിലൻ റോള് ഇനിയും കിട്ടട്ടെ. ഇനി ഇതിന്റെ ക്ലൈമാക്സിൽ വേറൊരു സംഭവം കൂടെ, വാഴ 2 ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു കണക്ഷൻ എന്നൊക്കെ ഉള്ളതൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എൻജോയ് ചെയ്യുക. ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. അതും ഇപ്പോൾ നിങ്ങളൊരു വാഴ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, ഐ മീൻ വാഴ സിനിമയുടെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഒരു രക്ഷയിലേട്ട നല്ല രസമുള്ള സിനിമ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ പടം 100 കോടി അങ്ങോട്ട് അടിക്കട്ടെ.